ഇപ്പോഴേ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, സഞ്ജുവിന് മുടിയുണ്ടോ? ഈ തൊപ്പി വെച്ച് നടക്കണോണ്ട് സഞ്ജുവിന് മുടിയുണ്ടോ? എന്തേ കണ്ടോ? സഞ്ജുവിന് നല്ല മുടിയൊക്കെ ഉണ്ട്. സഞ്ജു കഷ്ണൊന്നും അല്ല. ആദ്യത്തെ തവണ ലൈവില് വന്നു കഴിഞ്ഞപ്പോൾ കുറെ 1-2 പേര് മെസ്സേജ് അയച്ചായിരുന്നു, ഈ തൊപ്പി വെച്ചിട്ടുണ്ടാക്കണ എന്താ കഷ്ണ്ടിയാണ്, മുടി ഒന്ന് മാറ്റി തൊപ്പിന്ന് മാറ്റി മുടി കാണിച്ചു തരാമെന്ന് ചോദിച്ചത്. ഇപ്പോൾ ഞങ്ങൾ വലിയൊരു ചടങ്ങിലോട്ട് കിടക്കുകയാണ്. റിയയുടെ മുടിയുടെ സീക്രട്ട് സോസ് ഉണ്ട്, ഒരു പ്രത്യേക ടൈപ്പ് ഓയിൽ, അത് എൻ്റെ തലയിൽ തേച്ച് പിടിപ്പിക്കണ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Now it's time for something better, and time for us to follow our dreams. No, we can't stay no more. നമസ്കാരം ഗൈസ്, സഞ്ജയ് റിയ ഹിയർ, വെൽക്കം ടു ട്രിപ്പ് കപ്പിൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഡ്രോൺ പറത്താൻ പോവാണ്. ഇവിടെ രാവിലെ 9 മണിയാണ്. ഇന്ന് ഭയങ്കര തണുപ്പാണ്. ഞാൻ ഈ കുഞ്ഞു ജാക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും 2 ദിവസം മുമ്പാണ് ഞങ്ങൾ മറ്റേ വ്ളോഗ് ഇട്ടത്. അപ്പോൾ ഞാൻ തണുപ്പ് തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ട്. വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് പുറത്ത് വെക്കാനുള്ള സമയമായി. വാ. ഓരോ കേസ്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു കുട്ടി പാർക്കുണ്ട്. ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നേരെ പോയിട്ട് വീടിൻ്റെ ബാക്കിലുള്ള പാർക്ക്, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണതിന് മുമ്പ് ചെല്ലണമെന്നാണ്. നേരത്തെ ആൾക്കാർ വന്ന് തിരക്കായോന്നറിയില്ല. എന്തായാലും അവിടെ പോയി നോക്കാം. ചിലപ്പോൾ സാറ്റർഡേ തരം ചെറിയൊരു എൻട്രി ഫീ കൊടുക്കേണ്ടി വരും. സാധാരണ എന്താണ് സമ്മറിൽ ഒക്കെ ഇതുപോലെ റെഡ് സിഗ്നൽ കിട്ടി. ഓക്കെ, സാധാരണ ആൾക്കാരൊക്കെ വരുമ്പോൾ $5 ഒരു എൻട്രി ഫീ, ഒരു പാർക്കിംഗ് ഫീ കൊടുക്കാൻ. നടന്നു വന്ന് കയറുകയാണെങ്കിൽ നമുക്ക് എൻ്റെ ആവശ്യമില്ല. തണുപ്പായത് കാരണം ഞങ്ങൾ വണ്ടി എടുത്തു. സാധാരണ ഞങ്ങൾ നടക്കാറാണ് പതിവ്. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഡ്രോൺ പറത്താം. ഇപ്പോൾ $5 പാർക്കിംഗ് ഫീസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തേക്കാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് റെസിഡൻ്റ് ആയി തരണം $5. Thank you so much. You're welcome. And put this on the dash. I like your camera. Do you guys do like YouTube? Yeah. Oh, what? You guys do a YouTube channel? Yeah, I have like a YouTube channel. Oh, what's it called? Trip couple. Trip couple? Trip couple? Yeah. Oh, that's awesome. This is like a travel couple, yeah. That's awesome. Yeah. Thank you. Have a good day. Ciao, guys. ചേട്ടൻ രാവിലെ തന്നെ എന്താണ് ഓക്കെ യൂട്യൂബ് ചാനൽ കയറി നോക്കുമ്പോൾ 2 ഇന്ത്യക്കാരെന്ന് ചറവറ മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേത് ഭാഷ ആണെന്നയ്യോ. നമുക്ക് വണ്ടി അവിടെ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രോൺ പറത്താം. നല്ല തണുപ്പുണ്ട്. ഒന്ന് ഡ്രോൺ പറത്താൻ പറ്റിയ വേദമാണ്. അധികം കാറ്റില്ല, ചെറിയൊരു കാറ്റുണ്ട്. സണ്ണാണെങ്കിൽ പാതി ലെവലാണ് കിട്ടുമ്പോൾ നല്ല ഷോർട്സ് കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും പോയിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്താം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഡ്രോൺ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിയുന്നുണ്ട്. ഫോൺ കണക്ട് ചെയ്തു. ആദ്യത്തെ ഫ്ലൈറ്റ് തന്നെയാണ്. ദൈവമേ, വെള്ളത്തിലിടല്ലേ. ഫിൽറ്റർ കണക്ട് ചെയ്യാൻ കുറച്ച് ചടങ്ങായിരുന്നു. സാധാരണ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്ലാസ്സിനെ മേരി ചുമ്മാ പിടിപ്പിക്കണം മാത്രം ഉണ്ടായിരുന്നു. അതുമ്പോൾ ഗ്ലാസ് ഊരി മാറ്റിയിട്ട് വേണം ഇപ്പോൾ ഇതൊക്കെയാണ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്തിട്ട് എൻ്റെ ഫിൽറ്റർ പിടിച്ചേക്കാണ്. ഓക്കെ, ഇപ്പോൾ ഗോ ഫ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഇൻ്റർഫേസൊക്കെ ഭയങ്കര വ്യത്യാസമാണ് പണ്ടത്തേക്കാൾ. നമ്മളെ കാണുന്നുണ്ടോ?
ഇത് നല്ല ദൂരേക്ക് പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ നമ്മുടെ ഡ്രോൺ നിൽക്കണേ. ഇവിടെ അടുത്ത് തന്നെ ഡേവിഡ്സ് ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ പറത്തിക്കൊണ്ടിരിക്കണേ. ഡേവിഡ്സ് ഐലൻഡോ? ഈ കുഞ്ഞു ഐലൻഡിനൊക്കെ പേരിട്ടിട്ടുണ്ടോ അവര്? ഇവിടെ ഉള്ള എല്ലാ ഐലൻഡിനും പേരുണ്ട്. നിനക്ക് ഡേവിഡ്സ് ഐലൻഡിനെ കുറിച്ച് അറിയില്ല? ഭയങ്കര കിടലൻ ഹിസ്റ്ററി ഉള്ളൊരു ഐലൻഡാണ്. ഞാൻ പറഞ്ഞുതരാം. ഇത് ഓൾമോസ്റ്റ് 78 ഏക്കർ വലിപ്പമുള്ള വലിയൊരു ഐലൻഡാണ്. ഇപ്പോൾ അവിടെ ആരും താമസിക്കണമെന്നില്ല. ഇപ്പോൾ അവിടെ ഈ കടലാമകളുടെയൊക്കെ വാസസ്ഥലമാണ്. അതുപോലെ തന്നെ ഓസ്പ്രേ എന്ന് പറഞ്ഞ പക്ഷികളൊക്കെ അവിടെ താമസിക്കാൻ വേണ്ടി വരും. ഇപ്പോൾ അവിടെ താമസിക്കണമെന്നില്ല. ഇത് 1600 AD മുതൽ അവിടെ ആൾക്കാർ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നേറ്റീവ് അമേരിക്കൻസ് ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടെ. അതിനുശേഷം സിവനോയ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേറ്റീവ് അമേരിക്കൻസ് ഗ്രൂപ്പ് അവിടെ നിന്ന് താമസിച്ചു. 17th സെഞ്ച്വറിയിൽ 16th സെഞ്ച്വറിയിൽ അവിടെ നിന്ന് താമസിച്ചു എന്നാണ് ഇവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയണത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇവിടെ യൂറോപ്യൻ കോളനിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ സിവനോയുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ അവിടെ സിവനോയ ആൾക്കാരുടെ കോളനിയും സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു പ്രോപ്പർ സെറ്റിൽമെൻറ്റ് തന്നെയായിരുന്നു ഈ ഐലൻഡ്. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം യൂറോപ്യൻ കോളനിസ്റ്റുകളൊക്കെ താമസിക്കുമ്പോൾ തന്നെ 19th സെഞ്ച്വറി ആയി കഴിയുമ്പോൾ തോമസ് പെൽ എന്ന് പറഞ്ഞൊരാൾ ആ സ്ഥലം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് തോമസ് പെൽ എന്ന് പറഞ്ഞ ആൾ ഇത് വാങ്ങിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതൊരു എക്സ്കേർഷൻ ഐലൻഡ് ആയിരുന്നു. അതായത് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ബ്രൂക്ലിനിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് എക്സ്കേർഷന് വേണ്ടി വരുമായിരുന്നു. സ്റ്റീം ബോട്ടൊക്കെ ഓടിച്ച് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയൊക്കെ വരുമായിരുന്നു. 1866 തെഡിയോസ് ഡേവിഡ്സ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരൻ്റെ പേരാണ് ഇപ്പോൾ ഐലൻഡ് അറിയപ്പെടുന്നത്. അയാൾ ഇവിടെ വന്നൊരു ഇങ്ക് മാനുഫാക്ചറർ ആയിരുന്നു. അയാൾ മഷി ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ ആ മഷി ഉണ്ടാക്കുന്ന ആൾ ഇവിടെ വന്നിട്ട് വലിയൊരു ഫാക്ടറി പണിയാനാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്ലാനൊന്നും നടന്നില്ല. 1862 തോന്നുന്നു യു എസ് വാർ ഡിപ്പാർട്ട്മെൻറ്റ് ഇയാളുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ലീസിന് വാങ്ങിക്കാനുണ്ടായത്. എന്നിട്ട് അത് ഹോസ്പിറ്റൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് സ്ഥലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ അമേരിക്കയിലത്തെ ഏറ്റവും വലിയ ജനറൽ ഹോസ്പിറ്റലായിരുന്നു ഈ ഡേവിഡ്സ് ഐലൻഡിലെ ഈ ഹോസ്പിറ്റൽ. 2100 പേഷ്യൻസിനെ വരെ ഇവിടെ ആൾക്കാർ ഇവിടെ ഡോക്ടർമാരൊക്കെ ചികിത്സിച്ചുകൊണ്ടിരുന്നായിരുന്നു. കൂടുതലും ആർമിയുടെ യുദ്ധത്തിൽ നിന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവരെ ചികിത്സിച്ചുകൊണ്ട് ഇരുന്നായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഹോസ്പിറ്റൽ, ഡേവിഡ്സ് ഐലൻഡ് ഹോസ്പിറ്റൽ. അതിനുശേഷം 1891 മുതൽ 1904 വരെ അതൊരു ഡിഫൻസ് പോസ്റ്റായിരുന്നു. US ആർമിയുടെ ഡിഫൻസ് പോസ്റ്റായിരുന്നു. അവിടെ നിറച്ച് പീരങ്കികളൊക്കെ വച്ച് കെട്ടി ഭയങ്കര വലിയൊരു ഫോർട്ട് സെറ്റപ്പായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ പേര് ഫോർട്ട് സ്ലോക്കം എന്നായിരുന്നു. അതിനുശേഷം വേൾഡ് വാർ 1 സമയത്ത് അമേരിക്കയിൽ തന്നെ എൻ്റയർ അമേരിക്കയുടെ ഏറ്റവും ബിസി ആയിട്ടുള്ള റിക്രൂട്ടിംഗ് സ്റ്റേഷനായിരുന്നു ഈ ഫോർട്ട് സ്ലോക്കം. എല്ലാ വർഷവും 100,000-ഓളം അമേരിക്കൻ സോൾജേഴ്സിനാണ് ഇവിടെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ അത്രയും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കുട്ടി ഐലൻഡാണ് നമ്മുടെ ഡേവിഡ്സ് ഐലൻഡ്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പറത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം. പിന്നെ ഒരു ഏറ്റവും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള മറ്റു സംഭവം എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഫസ്റ്റ് എയർഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഇവിടെ തന്നെയായിരുന്നു. ശരിക്കും ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കിടക്കണ എന്താ പറയുക, ഇങ്ങനെ ഓരോ കുട്ടി കുട്ടി സ്ഥലങ്ങൾക്ക് ഇത്രയും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ നമുക്കധികം പോകാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഫെറി ടൂറുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഫെറി വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. പറ്റുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഹൈക്ക് ചെയ്യാം. അങ്ങനെ അത്ര ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം 19th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴേക്കും ഇവിടുത്തെ സിറ്റി ഓഫ് ന്യൂ റോഷനിലാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. അവർ ഇത് വാങ്ങിക്കുകയാണ് ചെയ്തത്. 1962-65 ആയപ്പോഴേക്കും ആ സ്ഥലം ഡീആക്ടിവേറ്റായി. ഫോർട്ടൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്തു. അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് സിറ്റി ഓഫ് ന്യൂ റോഷൽ ഇത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നീട് പല ഡെവലപ്മെൻറ്റുകളും അവിടെ ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. അതിനുശേഷം 1990 സമയത്ത് 92 ആയപ്പോഴേക്കും നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ന്യൂ റോഷൻ്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വലിയ റിസോർട്ട് പണിയാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അതും നടന്നില്ല. ഇപ്പോൾ അവിടെ ആരും താമസിക്കാനില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ താമസിക്കുന്ന കുറേ കടലാമകളും പക്ഷികളൊക്കെ മാത്രമാണ്. അപ്പോൾ അത്രയും വലിയൊരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഐലൻഡാണ് നമ്മുടെ ഡേവിഡ്സ് ഐലൻഡ്, കുട്ടി ഡേവിഡ്സ് ഐലൻഡ്.
സൂം ചെയ്ത് കിട്ടുമോ നോക്കി? സക്സസ്ഫുൾ. ആദ്യത്തെ ട്രൈ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി ക്രാഷ് ലാൻഡ് ചെയ്യിപ്പിക്കാണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നേക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രോണൊക്കെ പറത്തി കഴിഞ്ഞു. നമ്മുടെ പാർക്കിനോട് ഗുഡ് ബൈ പറയണം. അടുത്ത ഏതെങ്കിലും ലൊക്കേഷനോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്യണം. എന്താ അറിയാം നമ്മുടെ പ്ലാൻ? കുഞ്ഞായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് വരെ ഗ്രാബ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോയിരുന്ന് കഴിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ മെക്ഡോണൾഡ്സിൻ്റെ ഡ്രൈവ് ത്രൂവിലാണ് നിൽക്കുന്നത്. ഇവിടെ എപ്പോൾ വന്നാലും തിരക്കാണ്. റോട്ടൊക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റായി നിൽക്കണം. 5 മിനിറ്റായാലും 3 മിനിറ്റായി നിൽക്കണം. ഡ്രൈവ് ത്രൂ കഴിഞ്ഞു. ഇനി 2 വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട്. ആ ഫ്രണ്ടിലെത്തിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാമെന്നാണ് നമ്മുടെ ഇപ്പോൾ തൽക്കാലത്തെ പ്ലാൻ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും നൈസായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യപരിപാടികളിലോട്ട് കിടക്കാം. 2 pancake breakfast. Plain or with sausage? No, just the pancakes. Anything else? 2 hash browns and 1 large iced tea with lemon and liquid sugar. Sweet tea with lemon. Anything else? No, that's it. 2 orders the hot cakes and the hash brown. That's right. 14 or 5, thank you. Alright, thanks. അവര് സ്പാനിഷ് ആണെന്ന് വിചാരിച്ചാ? എന്നെ കണ്ടിട്ട് സ്പാനിഷ് ആയിരുന്നാന്ന് വിചാരിച്ചു. ഇവിടെ എപ്പോഴും നടക്കുന്ന ഒരു സെറ്റപ്പാണ്. എന്നെ കണ്ട് ഇന്ത്യൻ ലുക്കില്ല എന്നാണ് ഒരു പൊതുവെ എല്ലാവരും പറയാറുള്ളത്. ഞങ്ങൾ ലണ്ടനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ലണ്ടൻ ഫുഡ് കഴിച്ച് മതിയായിട്ട് ഏതെങ്കിലും ഇന്ത്യൻ ഫുഡ് തേടിയിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ അവിടെ നിൽക്കണ ചേട്ടൻ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കേട്ടാ, ഞാൻ ചേട്ടൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മലയാളി ചേട്ടൻ അവിടെ നിൽക്കണുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളെ മൈൻഡില്ല. ഞങ്ങൾക്ക് പുള്ളിക്കാരൻ കണ്ടപ്പോൾ തന്നെ കട്ട മലയാളി ലുക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ആ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേട്ടൻ മലയാളിയല്ലേ എന്ന് ചോദിച്ചു. മലയാളിയായിരുന്നു. ഞാൻ ചെയ്താണ് മലേഷ്യക്കാരനാണ് വിചാരിച്ചു പറഞ്ഞു. അപ്പോൾ എന്നെ കാണാൻ മലേഷ്യൻ ലുക്ക് ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറയണത്. അപ്പോൾ എന്ത് ലുക്ക് ആണ് നിങ്ങൾക്ക് തോന്നണെന്ന് വെച്ചാൽ അത് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. ജാപ്പനീസ് ലുക്ക് ഉണ്ട്, ചൈനീസ് ലുക്ക് ഉണ്ട്, ഫിലിപ്പീനി, മലേഷ്യൻ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്പാനിഷ് ലുക്ക് കൂടിയായി. ഇന്ത്യൻ ലുക്ക് ഉണ്ടെന്ന് ഒരാളെങ്കിലും പറഞ്ഞു കേട്ടാൽ മതിയായിരുന്നു. ചായ എത്ര ഫുഡ് ഞങ്ങൾ കഴിക്കില്ല കേട്ടോ. കവർ കുറച്ച് വലുതാണെന്നുള്ളൂ. ലെറ്റ്സ് ഗോ. ഓർഡർ കഴിഞ്ഞിട്ട് പോയി ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ ഫുഡ് കിട്ടാൻ പോകുമ്പോഴാണ് നമുക്ക് എപ്പോഴും വിശപ്പ് കൂടണത്. ഹോട്ടലിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ വിശപ്പ് കൂടും. എനിക്ക് മാത്രമുള്ള ഒരു പ്രതിഭാസമാണെന്ന് എനിക്കറിയില്ല. അല്ല കേട്ടോ, എനിക്ക് അങ്ങനെ തന്നെയാണ്. ആണോ? ചില സമയത്ത് ഭയങ്കര സ്വാദുള്ള ഫുഡിന്റെ നമുക്കിങ്ങനെ സ്മെല്ലടിക്കുമ്പോ തന്നെ വിശപ്പ് തോന്നും. കൊതിയായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്നോ. ഇന്നത്തെ വീഡിയോയുടെ തീരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഡേവിഡ്സ് ഐലൻഡിന്റെ അടിപൊളി കാഴ്ചകളും ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്രോൺ അടിപൊളിയായിരുന്നു. ഏറ്റവും ആദ്യമായിട്ട് ഓടിക്കണമെങ്കിലും എനിക്ക് അതിൻ്റെ ഒരു പുതുമ ഒട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് 3 കിലോമീറ്റർ ദൂരത്തേക്ക് ഓടിച്ചിരുന്നു. ഇന്ന് ക്രാഷ് ലാൻഡ് ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഫുൾ റിസ്ക് എടുത്തുകൊണ്ട് ഓടിക്കാൻ ചെയ്തത്. പക്ഷേ ഡിസ്കണക്ട് ഒന്നും ചെയ്തില്ല. കുറേ സെറ്റിങ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ഉടനെ തന്നെ പഠിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞാൻ കുറേ വീഡിയോസും ട്യൂട്ടോറിയൽസ് കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന IPL കണ്ടു, ഫുഡും കഴിച്ചു, ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. വേറെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്ലാൻ മൊത്തം ക്യാൻസലായി. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു തരാം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് കൂട്ടിനെ വീണ്ടും കാണാം.